സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കരട് വോട്ടർ പട്ടികയിന്മേൽ ആക്ഷേപങ്ങളും പരാതികളും അറിയിക്കുന്നതിന് നൽകിയിരുന്ന സമയപരിധി അവസാനിച്ചിരിക്കുകയാണ്. ജനുവരി 30 വരെ നീണ്ടുനിന്ന ഈ പ്രക്രിയയ്ക്കിടെ സാധാരണ വോട്ടർമാരും പ്രവാസി വോട്ടർമാരുമായി വോട്ട് ചേർക്കുന്നതിന് 11 ലക്ഷത്തിലധികം പുതിയ അപേക്ഷകളാണ് ലഭിച്ചത്. ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കുന്ന അന്തിമ വോട്ടർ പട്ടികയിൽ ഈ അപേക്ഷകരുടെ പേരും ഉൾപ്പെടുത്തും. പക്ഷേ അപ്പോഴും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകും. ഇങ്ങനെ ചേർക്കുന്നവരുടെ പേര് കൂടി ഉൾപ്പെടുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി സപ്ലിമെന്ററി വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കും. കരട് പട്ടികയിൽ മാപ്പിംഗ് ചെയ്യാനാകാത്തവരുടെയും യുക്തിപരമായ പിഴവുകൾ ഉള്ളവരുടെയും ഹിയറിംഗ് നടപടികൾ ഫെബ്രുവരി 14 വരെ നടക്കും. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ SIR നടപടികൾ പൂർത്തിയാകും. 2.54 കോടി വോട്ടർമാരാണ് SIR കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത്. കരട് പട്ടികയെക്കുറിച്ച് പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കാൻ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച 2025 ഡിസംബർ 23 മുതൽ തന്നെ അവസരമുണ്ടായിരുന്നു. ജനുവരി 23 വരെയാണ് സമയം അനുവദിച്ചിരുന്നത് എങ്കിലും സുപ്രീം കോടതി ഇടപെട്ട് ഒരാഴ്ച കൂടി സമയം നീട്ടി നൽകി. അങ്ങനെയാണ് 2026 ജനുവരി 30 വരെ ആക്ഷേപങ്ങളും പരാതികളും നൽകാൻ അവസരം ലഭിച്ചത്. ഇക്കാലയളവിൽ പുതിയ വോട്ടർമാരായി പട്ടികയിൽ ചേരുന്നതിന് ആകെ 11 ലക്ഷത്തിലധികം അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. സാധാരണ വോട്ടറായി പട്ടികയിൽ ഇടം പിടിക്കുന്നതിന് 10,952 അപേക്ഷകൾ ലഭിച്ചപ്പോൾ പ്രവാസി വോട്ടറാകുന്നതിന് 1,46,880 അപേക്ഷകൾ ലഭിച്ചു. അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ മുഖേന പേര് ഉൾപ്പെടുത്തുന്നതിന് 14,769 അപേക്ഷകളും പേര് ഒഴിവാക്കുന്നതിന് 678 അപേക്ഷകളും ഇക്കാലയളവിൽ ലഭിച്ചിട്ടുണ്ട്. ജനുവരി 30 വരെ പേര് ചേർത്ത ഈ പുതിയ വോട്ടർമാരെ കൂടി ഉൾപ്പെടുത്തി ഫെബ്രുവരി 21 അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക. പക്ഷേ അപ്പോഴും പുതിയ വോട്ടറായി അപേക്ഷ നൽകുന്നതിനുള്ള സമയപരിധി പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം വരെ പുതിയ വോട്ടർമാരായി അപേക്ഷ നൽകാൻ പൗരന്മാർക്ക് അവസരമുണ്ട്. എന്നാൽ ഇവർ ഫെബ്രുവരി 21 പുറത്തിറങ്ങുന്ന അന്തിമ പട്ടികയിൽ ഉൾപ്പെടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഈ അപേക്ഷകൾ കൂടി ഉൾപ്പെടുത്തി സപ്ലിമെന്ററി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഈ സപ്ലിമെന്ററി ലിസ്റ്റിലായിരിക്കും ഇവരുടെ പേര് ഉൾപ്പെടുക. അതോടെ ഇവർക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാകുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കരട് വോട്ടർ പട്ടികയിലെ പിഴവുകളിൽ ഹിയറിംഗ് ഫെബ്രുവരി 14 വരെ തുടരുമെന്നും കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും 2002 വോട്ടർ പട്ടികയുമായി മാപ്പിംഗ് ചെയ്യാനാകാത്തവർക്കായാണ് ഹിയറിംഗിന് അവസരം ഒരുക്കിയിരുന്നത്. കരട് വോട്ടർ പട്ടികയും 2002 വോട്ടർ പട്ടികയുമായി മാപ്പിംഗ് ചെയ്യാനാകാത്ത 19 ലക്ഷം പേരാണ് ഉള്ളത്. ഇതിനു പുറമെ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി അഥവാ യുക്തിപരമായ പിഴവുകൾ സംഭവിച്ചവരുടെ മറ്റൊരു വിഭാഗവുമുണ്ട്. പേര് വിവരങ്ങളിൽ വൈരുദ്ധ്യമുള്ളവരെയാണ് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവരെ ഹിയറിംഗിന് നോട്ടീസ് നൽകി വിളിപ്പിക്കുന്ന നടപടിയാണ് ഫെബ്രുവരി 14 വരെ നടക്കുന്നത്. അർഹരായ ഒരാൾ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. ഹിയറിംഗ് കൂടി തീരുന്നതോടെ SIR അന്തിമ പട്ടികയിൽ നിന്നും പുറത്താകുന്ന വോട്ടർമാരുടെ ആദ്യഘട്ട പട്ടിക കഴിഞ്ഞ ദിവസം കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു. 9,868 പേരാണ് പുറത്താകുക. കരട് പട്ടികയിൽ ഉൾപ്പെട്ടുവെങ്കിലും വിദേശത്തുള്ളവരും മരിച്ചവരും അടക്കമാണ് ഈ 9,868 പേർ. ഇതിൽ 1,441 പേർ എന്യൂമറേഷൻ കാലത്ത് മരിച്ചവരാണ്. 997 പേർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചവരും 7,430 പേർ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ മണ്ഡലങ്ങളിലേക്കോ താമസം മാറിയവരുമാണ് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചിട്ടുണ്ട്. ബന്ധുക്കൾ എന്യൂമറേഷൻ ഫോം ഒപ്പിട്ട് നൽകിയതിനെ തുടർന്നാണ് മരിച്ചവർ ഒഴികെയുള്ളവർ കരട് പട്ടികയിൽ ഉൾപ്പെട്ടത് എന്നാണ് വിവരം. വിദേശത്ത് ജനിച്ച ഇന്ത്യക്കാർക്ക് ആശ്വാസമായി ഇവർക്ക് ഇന്ത്യയിൽ വോട്ട് ചേർക്കുന്നതിനുള്ള അപേക്ഷയിലെ സാങ്കേതിക കുരുക്ക് കമ്മീഷൻ കഴിഞ്ഞ ദിവസം അഴിച്ച് ആശയക്കുഴപ്പം നീക്കിയിരുന്നു. സാധാരണ വോട്ടറാകാൻ അപേക്ഷിക്കുന്ന ഫോം 6 അല്ലെങ്കിൽ പ്രവാസി വോട്ടറാകാൻ അപേക്ഷിക്കുന്ന ഫോം 6A എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ഇത്തരം വോട്ടർമാർക്ക് ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാം. വിദേശത്ത് ജനിച്ച പ്രവാസികൾക്ക് നാട്ടിലുള്ള ബന്ധുക്കളുടെ സഹായത്തോടെ ഓഫ്ലൈനായി BLOമാർ വഴിയോ EROമാർ വഴിയോ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ അറിയിച്ചതാണ്.
ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവർ വോട്ട് ചേർക്കുമ്പോൾ ഏത് രാജ്യത്ത് ജനിച്ചു എന്ന് രേഖപ്പെടുത്താൻ മുൻപ് സാധിച്ചിരുന്നില്ല. ഈ സാങ്കേതിക പിഴവ് പരിഹരിച്ച് അപേക്ഷാ ഫോമിൽ ഇനി മുതൽ ജനന സ്ഥലവും ഇന്ത്യക്ക് പുറത്ത് എന്ന ഓപ്ഷനും ജനിച്ച രാജ്യവും രേഖപ്പെടുത്താനാകും. ചട്ടപ്രകാരം 1992 മുൻപ് ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവരുടെ പിതാവിന് ഇന്ത്യയിൽ പൗരത്വമുണ്ടായാലും 92 ശേഷമാണ് ജനനമെങ്കിൽ മാതാവിനും പിതാവിനും ഇന്ത്യൻ പൗരത്വം ഉണ്ടെങ്കിലും മക്കൾക്കും ഇന്ത്യൻ പൗരത്വത്തിന് അർഹതയുണ്ട്. പക്ഷേ ഫോം 6A ജനന സ്ഥലം അടയാളപ്പെടുത്തേണ്ട കോളത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമാണ് നേരത്തെ കൊടുത്തിരുന്നത്. ഈ സാഹചര്യത്തിൽ ജനനസ്ഥലം എവിടെ രേഖപ്പെടുത്തും എന്നുള്ള പ്രവാസികളെ വലച്ച ആശയക്കുഴപ്പത്തിന് കൂടിയാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന BLO ആപ്പ് വഴി വിദേശത്ത് ജനിച്ചവർക്കും അപേക്ഷ സമർപ്പിക്കാം. BLO ആപ്പിലൂടെ അപേക്ഷകൾ സ്വീകരിക്കാനും രേഖകൾ പരിശോധിക്കാനും BLOമാർക്ക് സാധിക്കും. പുതുക്കിയ പാസ്പോർട്ട് പ്രകാരമുള്ള 2 അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന വിധത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എറോനെറ്റ് സൈറ്റ് നേരത്തെ സജ്ജമാക്കിയിരുന്നു. SIRന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഓൺലൈനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ eci.gov.in എന്ന ലിങ്ക് വഴിയോ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ceo.kerala.gov.in എന്ന ലിങ്ക് വഴിയോ അതുമല്ലെങ്കിൽ BLOമാർ വഴി നേരിട്ടോ അപേക്ഷകൾ സമർപ്പിക്കാം. SIR കരട് പട്ടികയിൽ പുറത്തായവർക്ക് മുന്നിൽ ഇനിയുള്ള ഏക മാർഗം പുതുതായി വോട്ട് ചേർക്കുക എന്നത് മാത്രമാണ്.